എല്ലാവർക്കും എലൈസിയർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി പറയുകയാണ്, ഗുരു, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ്, സാത്താനെ, നീ ദൂരെ പോവുക, കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, അത് മാനുഷികമാണ്. ഈ ഒരു തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 5 കാര്യങ്ങൾ സുവിശേഷം നിരത്തി വയ്ക്കുന്നുണ്ട്. അതിലുള്ള 1-ാമത്തെയും 2-ാമത്തെയും കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചു. ഇന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3-ാമത്തെ ഒരു ധ്യാന വിഷയം തന്നെയാണ്. അത് തിന്മയുടെ വഴികൾ പിന്തുടരുന്നവൻ്റെ കൂടെ അനേകം വ്യക്തികളുണ്ടാകും. തിന്മയുടെ വഴികൾ പിന്തുടരുന്നവൻ്റെ കൂടെ അനേകം വ്യക്തികൾ ഉണ്ടാകും. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചിന്ത. അതിന് അവർ കണ്ടെത്തുന്ന വഴികൾ എന്തൊക്കെയാണ്? വ്യക്തികളെക്കുറിച്ച് ഒരല്പം നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അത് ശ്രവിക്കുവാനും അവൻ്റെ കൂടെ കൂടുവാനും അനേകം വ്യക്തികളുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെക്കുറിച്ച് നന്മ പറയുന്നവൻ്റെ കൂടെ, നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നവൻ്റെ കൂടെ അനേകം ആൾക്കാർ ഉണ്ടാവുകയില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവന് കൂടുതൽ റീച്ച് കിട്ടുകയില്ല. നമുക്കറിയാം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ എത്രയോ ലഘൂകരിച്ചാണ് നമ്മൾ അവയെ കാണുന്നത്. വലിയ ഉപദേശങ്ങളൊക്കെ നമുക്ക് കൊടുക്കുവാൻ വേണ്ടി കഴിയും. പക്ഷെ ഇതേ കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ കാണുന്നു, ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സഹനങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കവയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? അത്തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിന് വേണ്ടിയുള്ള, സുവിശേഷത്തിന് വേണ്ടിയുള്ള സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെ പലപ്പോഴും ഞാൻ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂല്യം കൊടുക്കുന്ന പല കാര്യങ്ങളും സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചില സഹനങ്ങൾ സംഭവിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കവയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുന്നത്. കാരണം എൻ്റെ ഇഷ്ടങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ പലപ്പോഴും മാറ്റിവെക്കേണ്ടതായി വരുന്നു. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ധനികനായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഗുരു, എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ ഇഷ്ടമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈ ഒരു വചനം കേട്ടപ്പോൾ, യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ വ്യക്തി വളരെ ദുഃഖിതനായി തീർന്നു എന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? അവന് ഒത്തിരിയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള സമ്പത്ത് മാത്രമായിരിക്കുകയില്ല, അല്ലെങ്കിൽ പണം മാത്രമായിരിക്കുവാൻ സാധ്യതയില്ല. മറ്റത്തിലുള്ള ഇഷ്ടങ്ങളെ അവന് മാറ്റുവാൻ അവന് ഇഷ്ടമല്ല, അവന് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ദുഃഖിതനായി തീർന്നു. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 33 പ്രകാരം വായിക്കുന്നുണ്ട്. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ ദൂരെ പോവുക,
അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം നമുക്കറിയാം, പത്രോസ് എന്ന് പറയുന്ന വ്യക്തി അത് ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു. കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുൻപിൽ പത്രോസിനെ ഒരു ശിഷ്യ പ്രമുഖനായിട്ട് തന്നെ യേശു പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശിഷ്യ പ്രമുഖനായിട്ടുള്ള ഈ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞപ്പോൾ അത് ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും കേട്ട് കാണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ഈ പത്രോസ്ലീഹ പറഞ്ഞത് ബാക്കിയുള്ള ശിഷ്യന്മാർ കേൾക്കുകയാണെങ്കിൽ അവരും ഒരുപക്ഷെ ഈ പത്രോസിനെ പോലെ ചിന്തിച്ചേക്കാം, സഹനത്തെ ഒരുപക്ഷെ എതിർത്തേക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു പറയുന്നത് പത്രോസിനോട്, സാത്താനെ നീ ദൂരെ പോവുക എന്ന്. എപ്പോഴൊക്കെ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുടരുവാൻ അനേകം വ്യക്തികൾ ഉണ്ടായിന്ന് വരികയില്ല. വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. പക്ഷേ സുവിശേഷം പറയുന്നു, നിന്റെ കൂടെ എത്ര പേര് ഉണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് നീ ആരുടെ കൂടെയാണ് എന്നുള്ള ഒരു ചിന്ത. അതാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. നീ ക്രിസ്തുവിനോട് കൂടെയാണ് എങ്കിൽ ക്രിസ്തുവിന്റെ പാതകളെ പിന്തുടരുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിൽ പ്രധാനം. നമുക്കും അതുപോലെ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ, ക്രിസ്തുവിന്റെ പാതകളെ പിന്തുടരുവാൻ, ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് മൂല്യം നൽകി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.